സാർ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും. ഇപ്പോൾ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഇനി രണ്ടിടത്തും പ്രസിഡന്റുമാർ മാറണം. ദേശീയ തലത്തിൽ ജെ.പി. നഡ്ഡ മാറണം. അതോടൊപ്പം തന്നെ കേരളത്തിൽ കെ. സുരേന്ദ്രന്റെ കാലാവധിയും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അപ്പോൾ പുതിയ പ്രസിഡന്റിന്റെ പ്രതിസന്ധികളും വെല്ലുവിളികളും എന്തായിരിക്കും? രാജ്യത്തിപ്പോൾ ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു വരികയാണ്. നമ്മൾ ദേശീയ തലത്തിൽ ഇപ്പോൾ ജെ.പി. നദ്ദ മാറേണ്ട സമയമായി. സംസ്ഥാന തലത്തിൽ കെ. സുരേന്ദ്രൻ്റെയും ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പല പേരുകളും ഇപ്പോൾ എം ടി രമേശ്, എൻ രാധാകൃഷ്ണനൊക്കെ എറണാകുളത്തിലെ എൻ രാധാകൃഷ്ണൻ, കോഴിക്കോട് എം ടി രമേശ്, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെ പല പേരുകളും ഇവിടെ സ്റ്റേറ്റിൽ കറങ്ങുന്നുണ്ട്. പല രൂപത്തിൽ സോഷ്യൽ മീഡിയയുടെ രൂപത്തിലും പലരും PR വർക്ക് പല രൂപത്തിൽ പല പേരുകളും കറങ്ങുന്നു. സുരേന്ദ്രൻ തന്നെ ചിലപ്പോൾ ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ പെർഫോം ചെയ്യട്ടെ എന്നൊരു തീരുമാനം എടുത്താലും അത്ഭുതമില്ല. അങ്ങനെ പല തീരുമാനങ്ങളും വരുന്നുണ്ട്. പി മുരളീധരൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് വളരെ സജീവമായി ഇട്ടുണ്ട്. അദ്ദേഹം പത്രങ്ങളിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി എന്ത് പൊസിഷൻ വരുമെന്ന് നമുക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കേരളത്തിലൊരു പശ്ചാത്തലം. കേരളത്തിൽ ഇനിയിപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന വർഷം നടക്കും. തീർന്നല്ലോ, ഈ വർഷം ഡിസംബർ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് എന്ത് നടക്കും? അസംബ്ലി തെരഞ്ഞെടുപ്പ്. അപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം ഇപ്പോൾ വരാൻ പോവുകയാണ് സംസ്ഥാനത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നദ്ദ മാറുമ്പോഴും പഴയ ഒരു ബി.ജെ.പി അല്ല ഇപ്പോഴത്തെ ബി.ജെ.പി. പഴയ ബി.ജെ.പി ആണെങ്കിൽ പാർലമെന്റിൽ അവർക്ക് വലിയ ഭൂരിപക്ഷമുണ്ട്, ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷമുണ്ട്. അവർക്ക് പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റും. ഇപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡ്, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വഖഫ് നിയമം, അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് അജണ്ടകൾ ഇപ്പോഴും കോൺഗ്രസ് കോടതിയിൽ ഇരിക്കുന്നേ ഉള്ളൂ. അതൊന്നും എടുത്ത് അങ്ങനെ പ്രയോഗിക്കാൻ ഇപ്പോൾ ബി.ജെ.പിക്ക് കഴിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അബ്സല്യൂട്ട് മെജോറിറ്റി ഒന്നും ബി.ജെ.പിയുടെ കയ്യിലില്ല, പാർലമെന്റിലില്ല, രാജ്യസഭ ലോക്സഭ തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ പഞ്ചാബ് അവർക്ക് കൈവിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആം ആദ്മിയുടെ ഒരു സ്വാധീനമുള്ള, പിന്നെ ബംഗാൾ, ഇങ്ങനെ പല സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പുകളും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നൊരു സമയത്താണ് ബി.ജെ.പിയുടെ പ്രസിഡന്റ് പുതിയത് വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പലപ്പോഴും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒരു അമിതാധികാരവും അല്ല, അവരൊരു വലിയൊരു പവർ പോയിന്റുകളാണ്, അവരെ അടുത്ത് നിൽക്കുന്ന റബ്ബർ സ്റ്റാമ്പ് പോലെ നിൽക്കുന്ന ആളുകളാണ് പ്രസിഡന്റ് എന്നുള്ള ഒരു ആക്ഷേപവും പല കോണിൽ നിന്നും ഈ ജെ.പി. നദ്ദയ്ക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതും ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ വരുന്ന ആൾ ശക്തനല്ല, വളരെ ശക്തനായി പോയാലും പിന്നെ വടക്കിലേക്ക് പോവുകയുള്ളൂ, ഉരസുകയുള്ളൂ അവർ തമ്മിൽ. അങ്ങനെ ശക്തനാവാനും പറ്റില്ല. എന്നാലും റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരുന്ന് പോയിട്ട് പോകുന്നത് ശരിയല്ല. കാരണം രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ, ഭരിക്കുന്ന പാർട്ടിയുടെ, ഏറ്റവും പ്രധാന പാർട്ടിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ അത് ചെറിയ പോസ്റ്റല്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരിക്കാനും പറ്റത്തില്ല, പൊതുജനങ്ങളും പ്രതിപക്ഷവും വിടത്തില്ല. എന്നാൽ വല്ലാതെ ആക്കിയാനും പറ്റത്തില്ല. കാര്യം മറ്റേ രണ്ടും പവർ പോയിന്റാണ്. അപ്പോൾ ഒന്ന് മുൻ പ്രസിഡന്റാണ് അമിത്ഷാ, നരേന്ദ്രമോദി രാജ്യത്തിലെ പ്രധാനമന്ത്രിയാണ്, വളരെ ശക്തനായ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അതുപോലെ തന്നെയാണ് ഘടകകക്ഷികളെ കൂട്ടിയോജിപ്പിച്ചിട്ട് പോവുക. ഘടകകക്ഷികളെ NDAയിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു റോളുണ്ട് പ്രസിഡന്റിന്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാത്തിനും വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ ഘട്ടത്തിലാണ് രാജ്യത്തൊരു ബി.ജെ.പിക്ക് പുതിയ പ്രസിഡന്റ് വരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് വരുന്നത് നമുക്കറിയില്ല. പല പേരുകളും കേൾക്കുന്നുണ്ട് ദേശീയ തലത്തിൽ. ആര് വന്നാലും ഈ വെല്ലുവിളി ഉണ്ടാവും. ഒന്ന്, രാജ്യത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ, പിന്നെ അത് കേരളം ഉൾപ്പെടെ, പിന്നെ അസംബ്ലി മാറി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ, പിന്നെ അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ, പല അജണ്ടകളും അവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. പലതും ഇപ്പോൾ വഖഫ് നിയമം തന്നെ JPC വിടുന്നു, പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്ററി കമ്മിറ്റിക്ക് JPC വിടുന്നു. ഇങ്ങനെ വളരെ കൃത്യമായി അവർക്കത് വളരെ സ്പീഡിയായിട്ട് ചെയ്തു പോകാൻ പലതും പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ തലവേദനയോ അല്ലെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വരുന്നത് ബി.ജെ.പിയുടെ പ്രസിഡന്റിന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്റ് ആരാണ്, എന്താണെന്ന് അറിയാനൊരു കൗതുകം ഉണ്ട് രാജ്യത്തിന്. അപ്പോൾ അത് വരുന്ന ആളാരായാലും ഈ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്സ്മാൻ മാത്രമേ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. കേരളത്തിൽ എന്തായാലും ഒരു പ്രധാനപ്പെട്ട പ്രസിഡന്റിന്റെ ആവശ്യകത ഇപ്പോൾ ഉണ്ടല്ലോ, ഒരു ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇവിടെ ഒരു മൂന്നാം മുന്നണിക്ക് സ്കോപ്പ് ഉള്ളതായി ജനങ്ങൾ തന്നെ തുറന്നു പറയുന്ന ഒരു വോട്ട് ശതമാനമാണല്ലോ നാം കണ്ടത്. 19-20% വോട്ട് മാറിയിട്ടുണ്ട്, വോട്ടുണ്ട്. പിന്നെ മാത്രമല്ല ക്രിസ്ത്യൻ മെജോറിറ്റിയിൽ കമ്മ്യൂണിറ്റിക്കകത്തൊരു ഇടിച്ചു കയറ്റം നടത്താനും അവരുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും അവർ വേണമെങ്കിൽ ബി.ജെ.പിയെ സഹായിക്കാമെന്നുള്ള നിലയിൽ പല ബിഷപ്പുമാരും പിതാക്കന്മാരും പല പള്ളികളിലും പല ആളുകളും ക്രിസ്ത്യൻ മെജോറിറ്റിയിലെ പല ആളുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബി.ജെ.പി അങ്ങനെ നമുക്ക് അസ്പൃശ്യരായി നിർത്തേണ്ടവരെല്ലാം വേണമെങ്കിൽ നമുക്ക് കൂട്ടാവാം എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ
BJPക്ക് മുതലാക്കാൻ കഴിയണം തീർച്ചയായിട്ടും. പിന്നെ SSNDP സമുദായ ഇതെല്ലാമാണല്ലോ ഇവിടുത്തെ പൊളിറ്റിക്സ് തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും പ്രസിഡന്റായി വന്നാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. കെ സുരേന്ദ്രൻ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സാധ്യത കാണുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നാലും ഇവിടെ കേരളത്തിന്റെ സ്പെഷ്യൽ സാഹചര്യം വെച്ചുകൊണ്ട്, സ്പെഷ്യൽ സാഹചര്യം എന്താണ്, പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, അതുവരെ പോകട്ടെ എന്നങ്ങനെ ചിലപ്പോൾ നീട്ടിക്കൊടുത്തേക്കാം. അല്ലാതെ വീണ്ടും അത് കാരണം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യം വന്നു. വലിയ തർക്കം വന്നല്ലോ ഇവിടെ, വലിയ തർക്കവും വഴക്കം വന്നല്ലോ. അങ്ങനെ ഒരു തർക്കമുള്ള സമയത്ത് വീണ്ടും സുരേന്ദ്രൻ ആ പദവിയിലേക്ക് എത്തുകയാണെങ്കിൽ എതിർച്ചേരി വലിയ എത്തുക എന്നുള്ളതല്ല, ഇപ്പൊ ഇരിക്കുകയാണല്ലോ, അത് നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാവും. കാരണം ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, മതേതരത്വം എന്നൊക്കെ പറയുമെങ്കിലും അൾട്ടിമേറ്റ് പവർ പൊളിറ്റിക്സ് ആണ് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും സ്ഥാനത്തെത്തണം, ഗവർണർ ആവണം, പ്രസിഡന്റ് ആവണം, വളരെ പെട്ടെന്ന് സ്ഥാനം. ചെറുപ്പക്കാർക്ക് പോലും ഇപ്പം നമ്മൾ കാണുന്ന സന്ദീപ് വാര്യർ, സരിൻ, വളരെ പെട്ടെന്ന് വരുന്ന ചെറുപ്പക്കാർക്ക് പോലും പെട്ടെന്ന് സ്ഥാനങ്ങൾ കിട്ടണം. അപ്പം മുതിർന്നവരൊക്കെ അങ്ങനെ നിൽക്കുന്നത്. രാഷ്ട്രീയത്തിൽ വന്നാൽ വളരെ പെട്ടെന്ന് സ്ഥാനങ്ങൾ കിട്ടണം. അത് ചെറിയ സ്ഥാനങ്ങൾ പോലെ വലിയ സ്ഥാനങ്ങൾ കിട്ടണം എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിവുണ്ടോ കഴിവില്ലയോ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയോ പീരീഡ് ആയോ ഇതൊന്നും ഒരു വിഷയമല്ല, പെട്ടെന്ന് സ്ഥാനങ്ങളിലെത്തണം. അപ്പോൾ അതുകൊണ്ട് വലിയ തർക്കം നടക്കും. അതോടൊപ്പം തന്നെ സാറ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ അമിത്ഷാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും BJPക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. പിന്നീട് JP നദ്ദ വന്നപ്പോഴും BJPക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇനി ഒരു പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത് അത്രയും എളുപ്പമായ ഒരു പണിയല്ല. കാരണം തങ്ങളുടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കണം, പിന്നീട് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കണം. മറ്റ് രണ്ട് പ്രസിഡന്റ് അങ്ങനെ ഒരു ആവശ്യമില്ല. കേന്ദ്രത്തിൽ എന്തായാലും 300ഉം 280 അടുപ്പിച്ച് സീറ്റ് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ ഒരു പാർട്ടിയുടെയും സഹായമില്ലാതെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം മുൻപുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് കേന്ദ്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരം എത്തി അവിടെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള അവസരം ഈ രണ്ട് പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ ഇനിയൊരു പ്രസിഡന്റ് അത്രയ്ക്ക് കഴിവുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ BJPക്ക് കഴിയുമോ? അങ്ങനെ കഴിയണം, അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അപ്പോൾ കഴിയുമോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. BJP ഇന്ന് നേരിടുന്നത് വലിയൊരു BJPയുടെ പാർട്ടി നേരിടുന്നതല്ല ഞാൻ പറഞ്ഞു, വരാൻ പോകുന്ന പ്രസിഡന്റ് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. ചെറിയ പൊളിറ്റിക്കൽ വെല്ലുവിളി മാത്രമല്ല, ഒരു കോർഡിനേഷൻ്റെ വെല്ലുവിളിയുണ്ട്, കോലിയേഷൻ്റെ ഗവൺമെൻറ് വെല്ലുവിളിയുണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ വെല്ലുവിളിയുണ്ട്. അങ്ങനെ പല ചലഞ്ചസിൻ്റെ പുറത്താണ് ഒരു മുൾക്കിരീടവുമായിട്ടായിരിക്കും പ്രസിഡന്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും അമിത്ഷാ ഇരുന്നപ്പോഴുള്ള കാലാവസ്ഥ അല്ല ഇപ്പോൾ, JP നദ്ദ നേരത്തെ ഇരുന്നപ്പോഴുള്ള കാലാവസ്ഥ അല്ല ഇപ്പോൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിട്ടപരമായി ചിട്ടപ്പെടുത്തി വരികയാണ്. അവർ കുറച്ചുകൂടി ചട്ടപ്പടി കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ കുറേ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സംഘടനാപരമായ ക്യാമ്പുകളും ഇതൊക്കെ നടത്തി പദയാത്രയൊക്കെ വീണ്ടും ആലോചിക്കുന്നു. അവർ കുറച്ചുകൂടി ചട്ടപ്പടി വരികയാണ്. ഇന്ത്യ മുന്നണിയൊക്കെ ദയനീയമായി നിൽക്കുകയാണ്, അതൊന്നും സീരിയസ് ആയിട്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ് കുറച്ചുകൂടി അച്ചടക്കത്തോടു കൂടിയൊക്കെ വരികയാണ്. അപ്പോൾ ആ വരുന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യുന്ന, അവനെ കവർ ചെയ്യുന്ന രീതിയിൽ BJPക്ക് നിൽക്കാനായിട്ടുള്ള ദേശീയ നേതൃത്വം ആവശ്യമുണ്ട്. ആ നേതൃത്വത്തിൽ ഡൽഹിയിൽ തന്നെ പല പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ്, ഈ മുന്നണിയുടെ പ്രശ്നങ്ങൾ, തലവേദന, ഇതെല്ലാം പരിഹരിക്കാൻ ഡൽഹിയിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതേസമയം സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ്, അവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യണം. അതോടൊപ്പം ഒരു വനിതാ പ്രസിഡന്റ് സാധ്യതയും പറഞ്ഞു കേൾക്കും. നിർമ്മല സീതാരാമന്റെയും വസുന്ധര രാജ് സിന്ധ്യയുടെയൊക്കെ പേരുകൾ ഇങ്ങനെ അലയിൽ കിടപ്പുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്നുണ്ട്. ആക്കിയാലും അത്ഭുതമില്ല. കാരണം പലപ്പോഴും BJP അങ്ങനെ പല ഈ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ കൊണ്ടുവരാൻ ചിലപ്പോൾ ആയിരിക്കും, അങ്ങനെയും ചിന്തിക്കും. പ്രതിസന്ധി ആണെങ്കിലും ചിലപ്പോൾ പരീക്ഷണങ്ങളാണല്ലോ, രാഷ്ട്രീയത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കാറുണ്ട്. വലിയ പരീക്ഷണങ്ങൾ നടക്കുന്ന ഇടമാണ് രാഷ്ട്രീയം. എന്നും മാറ്റവും പരീക്ഷണവും നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാനാവില്ല. എന്ത് സംഭവിക്കാം, തിരിച്ചും സംഭവിക്കാം. പക്ഷെ എന്ത് വന്നാലും, ആര് വന്നാലും, അത് സ്ത്രീ വന്നാലും പുരുഷൻ വന്നാലും, ആരെയും പ്രസിഡന്റ് ആയാലും കാത്തിരിക്കുന്നത് മുന്നിലുള്ളത് ചലഞ്ചസ് മാത്രമാണ്. പ്രധാനമായും ഇമ്മീഡിയറ്റ് ആയിട്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ ചലഞ്ചസ്, കോലിയേഷൻ ഗവൺമെൻറ് തരം വെച്ച് രാംവിലാസ് പാസ്വാനെ പോലെയുള്ള വളരെ ശക്തരായ ആളുകളാണ് മുന്നണിയിലുള്ളത്. ചെറിയ ആളുകളല്ല, അവരൊക്കെ ബാർഗൈനിങ് രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരാണ്. വളരെ വലിയ സീരിയസ് ആയിട്ട്. പിന്നെ ചന്ദ്രബാബു നായിഡു, ആരും മോശക്കാരല്ല, വളരെ വലിയ ടീമാണ്. അപ്പോൾ അവരെയൊക്കെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അലയൻസ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ, പിന്നെ സംഘടനയെ മെച്ചപ്പെടുത്തണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ വലിയ ഉത്തരവാദിത്വവും വലിയ വെല്ലുവിളിയാണ് BJPയുടെ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത് രാജ്യത്ത്. ഇവിടെ വരുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, ആരായാലും ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ തുടർന്നാലും മറ്റുള്ളവർ വന്നാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, സജ്ജമാക്കട്ടെ. ഇപ്പോൾ പാർലമെന്റിലൊരു എഡ്ജ് കിട്ടി, പക്ഷേ ഇതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ എഡ്ജ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഉടനെ അസംബ്ലി വരികയാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമായ വിഷയം. നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇപ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സുരേഷ് ഗോപി മാത്രമേ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വേറെ എല്ലായിടത്തും ബ്രഹ്മിലെത്തി, വരടത്തും ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി, ആറ്റിങ്ങിലെത്തി, പല ശോഭ സുരേന്ദ്രൻ മറ്റൊരാളെ ഞെട്ടിച്ചു. അങ്ങനെ പല സ്ഥലത്തും
വലിയ അത്ഭുതങ്ങളൊക്കെ അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരാളെ ജയിച്ചിട്ടുള്ളൂ. അത് സുരേഷ് ഗോപിയാണ്. BJPയുടെ പക്കാ കാൻഡിഡേറ്റ് അല്ല ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അത്യാധ്വാനം BJP ഇനി ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ വളരെ കലുഷിതമാകുന്നത്. അപ്പോൾ അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളും വ്യക്തിത്വങ്ങളും ഒക്കെ നേതൃസ്ഥാനത്ത് നല്ല സ്റ്റേറ്റ്സ്മാൻമാരൊക്കെ സംസ്ഥാന തലത്തിലായാലും കേന്ദ്രത്തിലായാലും വരേണ്ടത്. അല്ലെ സുഖമായി ഒഴുകുന്ന ഒരു കപ്പലല്ല ഇത്. സുഖമായി പോകുന്ന കപ്പലാണെങ്കിൽ ആരായാലും മതി കപ്പിത്താൻ. ഇത് കടലും സംഘർഷമാണ്, കപ്പലും പരിക്കേറ്റ് കിടക്കുകയാണ്. സംഘടനയ്ക്ക് അകത്ത് ഒരുപാട് പരിക്കുണ്ട്. പിന്നെ കടലും പ്രക്ഷുബ്ധമാണ് സമൂഹവും. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയുണ്ട് ഇതിനകത്ത്. ആ ചലഞ്ച് എടുക്കുന്ന ആളായിരിക്കും സക്സസ് ആവുന്നത്. അല്ലെ പിന്നെ വന്നിരുന്ന് പോകാം. അപ്പോൾ അത് പലരും വന്നിരുന്ന് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല പല പാർട്ടികളിലും കൃത്യമായ ഒരു ഇടപെടൽ നടത്തി സംഘടനയും ചിട്ടപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയ സ്റ്റേറ്റുകളിൽ വേരുണ്ടാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം കൊയ്യണമെങ്കിൽ വലിയ അധ്വാനമുണ്ട്. വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്.